സ്പെഷ്യൽ പെർഫോമൻസുമായിട്ട് വേദിയിലേക്ക് എത്തുന്നു റോയ് പരണ്ടോട്. നമസ്കാരം റോയ്. നമസ്കാരം. അപ്പോൾ ഒരു പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് ആണ് റോയ്. ഒരുപാട് വേദികളിൽ പ്രോഗ്രാം ഒക്കെ ചെയ്യാറുള്ള ആളാണ്. അപ്പൊ ഇന്ന് എന്തൊക്കെയാണ് നമുക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പോകുന്നത്? മിമിക്രി എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും മനസ്സിലോടുന്ന സിനിമാ താരങ്ങളുടെ ശബ്ദമാണ്. അതെ, പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് വോയിസ് ആണ് ചെയ്യാൻ പോകുന്നത്. വെരി ഗുഡ്. കാര്യം പോലെ ഞാൻ മിമിക്രി ആർട്ടിസ്റ്റും കൂടെയാണ്. പിന്നെ എൻ്റെ ജോലി എന്ന് പറയുന്നത് ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. ഞാൻ തിരുവനന്തപുരം സിറ്റിയിലാണ് വണ്ടി ഓടുന്നത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഓക്കെ. പഴയകാലത്ത് ഓട്ടോറിക്ഷയിൽ ഒരു എയർ ഹോൺ വെച്ച് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ ചെറുതായിട്ട് മീൻ വണ്ടിയിലുണ്ട്. അതിൻ്റെ ഈ ഓട്ടോറിക്ഷയുടെ എയർ ഹോണിൻ്റെ ശബ്ദവും കേൾക്കാം. ഈ എയർ ഹോണിൻ്റെ ശബ്ദം വെച്ച് തന്നെ ഒരു പാട്ടും കൂടെ പാടും. ഓക്കെ. ഇനി ആർക്ക് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്ക് ശല്യം ഉണ്ടാക്കുന്ന ഒരു കുഞ്ഞു ജീവിയാണ് കൊതുക്. കൊതുക് എന്ന് പറഞ്ഞാൽ ഒരുപാട് അസുഖങ്ങൾ വരുത്താറുണ്ട്. അതിൽ ഒരുപാട് പേര് മരണപ്പെട്ടിട്ടുണ്ട്. ഡെങ്കി പിന്നെ അതുപോലെ ഒരുപാട് സംഭവങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രാത്രി കാലങ്ങളിൽ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ശല്യപ്പെടുത്തുന്ന ജീവിയാണ് കൊതുക്. അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉറങ്ങാൻ പറ്റില്ല. അപ്പോൾ ചെവിക്കുള്ളിൽ കയറുന്ന ആ കൊതുകിൻ്റെ ചിറകടി ശബ്ദം കേൾക്കാം. അടിച്ചാൽ കൊന്നു. ഇനി ചെയ്യുമ്പോൾ ഞങ്ങൾ പേയ്മെൻറ്റ് ചിലപ്പോൾ എവിടെയെങ്കിലും പോകാൻ സമയത്ത് ഓടി പോകാറുണ്ട്. പക്ഷെ ഒരു കാര്യം മറക്കും. ഡ്രസ്സ് ചെയ്തൊക്കെ ഇറങ്ങി പോകുന്ന സമയത്ത് പെട്ടെന്ന് നമ്മൾ ഇറങ്ങിപ്പോകും. ജംഗ്ഷനിൽ ചെല്ലുമ്പോഴാണ് നമ്മൾ ആലോചിക്കുന്നത് ഒരു കാര്യം മറന്നു, പാൻറ്റിൻ്റെ സിബിട മറന്നു. അപ്പോൾ പതുക്കെ എവിടെയെങ്കിലും ചരിഞ്ഞ് നിന്നിട്ട് ഇങ്ങനെ പിടിച്ചാൽ. ഇനി ഞാൻ ഇട്ടുന്നത് നീളമുള്ള ടീഷർട്ടിൽ നീളമുള്ള സിബ് വരും. അപ്പോൾ ഇടുമ്പോൾ ഒന്ന് കുടുങ്ങും, പിന്നെ ക്ലിയർ ആകും ആ ശബ്ദം. ഇനി ഉത്സവപ്പറമ്പിൽ പോയി കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ബലൂണാണ്. ഈ ബലൂൺ ഊതി വീർപ്പിച്ചതിന് ശേഷം അത് പൊട്ടിച്ചതിന് ശേഷം അതൊരു വിഷമം ഉണ്ടാകും. അപ്പൊ ഈ വിഷമം മാറ്റാൻ വേണ്ടിയിട്ട് വേറെ സംഭവം ചെയ്യും. കുട്ടികൾ അതിന്റെ ചെറിയ പീസ് എടുത്ത് ശബ്ദം ഉണ്ടായി കളിക്കാം. അപ്പൊ നമുക്ക് ആ വലിയ ബലൂൺ ആദ്യം ഒന്ന് വീർപ്പിക്കാം. കയ്യിൽ വെച്ചിട്ട് പതുക്കെ പൊട്ടും. പൊട്ടിയിട്ട് പിന്നെ പതുക്കെ ചെറിയ പീസ് വയ്ക്കുക, വായിക്കകത്ത് വയ്ക്കുക. പുതിയൊരു ബോളായി. ഇനി അടുത്ത പരിപാടി ശ്രദ്ധിക്കാൻ, കയ്യിൽ പതുക്കെ ഇങ്ങനെ വെച്ചിട്ട് എല്ലാരും ചെയ്തിട്ടുള്ള ഒരു കാര്യമാണല്ലേ. ഇനി പൂച്ചയുടെ പ്രസവം കണ്ടിട്ടുണ്ടോ? പൂച്ചയുടെ പ്രസവം കണ്ടിട്ടുണ്ടോ? ഇല്ല. പക്ഷെ എന്റെ ഭാവനയിൽ ഒരു പൂച്ച പ്രസവിക്കാൻ പോകൂടെ. നമുക്കൊന്ന് കാണാം. ഇനി ഈ പൂച്ച പ്രസവിച്ചതിന് ശേഷം കുഞ്ഞു പൂച്ച ഒരു താരാട്ട് പാട്ട് പാടും. തള്ളപ്പൂച്ച കുഞ്ഞു പൂച്ച താരാട്ട് പാടും. ഇനി ഒരു നടന്റെ ശബ്ദം കൂടെ ഉണ്ട്. ഈ നടന്റെ ശബ്ദത്തിൽ ഒരു വെറൈറ്റി ഉണ്ട്. ശ്രീ മാമക്കോയുടെ ശബ്ദം. പറ്റൂല നമ്മളേറ്റ് അന്റെ മനസ്സ് നമ്മളെ വാപ്പേറ്റ് ബ്യൂട്ടിഫുൾ ഈ മനസ്സ് വെരി ബ്യൂട്ടിഫുൾ. ഇനി ഇതിലൊരു വെറൈറ്റി എന്ന് പറയുന്നത് മാമക്ക് ഈ സ്വന്തമായിട്ട് ട്രെയിൻ ഉണ്ടെങ്കിൽ ഈ മാമക്ക് ഒരു ശബ്ദത്തിൽ ട്രെയിൻ ഓടിച്ചാൽ എങ്ങനെ ഇരിക്കുന്നു? റോയ് നല്ല രസമുള്ള പെർഫോമൻസ് ആയിരുന്നു. എൻജോയ് ചെയ്തല്ലേ നിങ്ങള്? റോയ്ക്ക് ഒരു കയ്യടി. എന്ത് പറയുന്നു ഉല്ലാസേട്ടാ? കിടിലമായിരുന്നു, കിടിലം. ഇതിലേതാ ഏറ്റവും ഇഷ്ടപ്പെട്ടത്? പൂച്ചയുടെ പ്രസവം, പൂച്ചയുടെ താരാട്ടും ഒക്കെ അത് നല്ല ഫീൽ ചെയ്തു. അത് ചിരിക്കാനും ഉണ്ടായിരുന്നു. പാട്ടൊക്കെ പിന്നെ അതുപോലെ തന്നെ ഓട്ടോറിക്ഷയുടെ എയർ ഹോണിന്റെ വെച്ച് പാട്ട് പാടിയില്ലേ, അതൊക്കെ നല്ല
കറക്റ്റ് ശ്രുതിക്കായിരുന്നു ചെയ്തത്. അത് ഭയങ്കര രസമായിരുന്നു. ഇത് ഈ പൂച്ചാട സൗണ്ടിൽ തന്നെ നമ്മൾ ലജ്ജാവതി എന്നൊരു പഴയ പാട്ടും കൂടെ ഉണ്ടായിരുന്നു. അടുത്ത ആ അതും കൂടെ ഒന്ന് പഠിക്കാം. ഫസ്റ്റ് സ്റ്റാർട്ടിങ് പോലുള്ള സാധനം. ആ അടിപൊളിയാണ്, അടിപൊളി. ഇതൊക്കെ കുട്ടികൾ നമ്മൾ അംഗീകരിച്ചു കൊടുക്കേണ്ട ഒരു കാര്യമുണ്ട് റോയി. ഇത് ഒരു പാട്ട് പാടുമ്പോൾ പിച്ചൗട്ട് പാടുന്ന ആൾക്കാരാണ് നമ്മളൊക്കെ. ആ ഏത് അതെ അതെ സാധാരണ ഒരു പാട്ട് സാധാരണ നല്ല പാട്ടുകാരല്ലാതെ അതെ. ഈ മറ്റേ ചെറിയ ചെറിയ ചടങ്ങുകളിലൊക്കെ പാട്ടുകാരൊക്കെ ഉണ്ടല്ലോ, മൂളിപ്പാട്ടുകാരൊക്കെ നമ്മളെ പോലുള്ള. അപ്പോൾ നമ്മൾ പാടുമ്പോൾ 7 പിച്ച, ഒരു പാട്ടിനകത്ത് 7 8 പിച്ചൗട്ടുകളൊക്കെ. ഇത് പൂച്ചയുടെ സൗണ്ടിൽ പാടിയിട്ടും കറക്റ്റ് ആയിട്ടാണ് പാടിയത്. പിന്നെ ലജ്ജാവതിയെ പാടിയിട്ട് പോലും എല്ലാം ശ്രുതി താളം എല്ലാം കറക്റ്റാണ്, നല്ല പിച്ചിനാണ് പാടിയിരിക്കുന്നത്. താങ്ക് യു. അതാണ് നമ്മൾ അംഗീകരിച്ചിട്ടുള്ള കാര്യം. എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. ചേട്ടാ ചെയ്തതെല്ലാം നല്ല മെച്ചമായിരുന്നു, അടിപൊളിയായിരുന്നു. പറഞ്ഞതുപോലെ എല്ലാം വെറൈറ്റി സംഭവങ്ങളാണ് ചെയ്തത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അവതരണ ശൈലിയാണ്. ഓരോ കാര്യങ്ങൾ പറഞ്ഞ് നമ്മളെ അതൊരു കോമഡിയിലൂടെയാണ് നമ്മളെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ആ സംഭവങ്ങൾ ചെയ്തത്. എനിക്കതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ചിലരും നമ്മളിവിടെ കാണുന്നുണ്ടല്ലോ പറഞ്ഞെത്തിക്കാൻ പെടുന്ന പാടുകൾ, പക്ഷെ അതില്ലാതെ നല്ല തറവായിട്ട് നല്ല സോഫ്റ്റായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് നല്ല രീതിയിൽ അവതരിപ്പിച്ച്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ റോയി, ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ എല്ലാവിധ വിജയങ്ങളും ഉണ്ടാവട്ടെ, ആശംസകൾ. താങ്ക് യു.